ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും വെറൈറ്റി റെസിപ്പീസിലോട്ട് സ്വാഗതം. ഞാൻ ഷൈനി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ച ബീഫ് കറിയാണ്. വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് ഞാൻ 500 ഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ കുറച്ച് വലുതാക്കിയാണ് അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെറുതാക്കി അരിഞ്ഞെടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 കപ്പ് ചിരകിയ തേങ്ങ വേണം. അതായത് ഒരു മീഡിയം തേങ്ങയുടെ പകുതി, 1 മുറി എടുത്തിട്ട് ചിരകിയെടുത്തതാണ്. പിന്നെ ഒരു വലിയ സവാള, ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് വേപ്പില വേണം, പിന്നെ ഒരു പച്ചമുളക് വലുത്, പിന്നെ ഒരു 4 വലിയ അല്ലി വെളുത്തുള്ളി വേണം. പിന്നെ വേണ്ടത് കുറച്ച് മസാലകൾ വേണം. ഒരു 8 ഗ്രാമ്പു, 4-5 കഷ്ണം പട്ട, ഒരു കറിയാമ്പ്, പിന്നെ ഒരു 8-10 അല്ലി ചെറുള്ളി വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ആദ്യം ഈ ബീഫൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഈ ബീഫ് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ചേർക്കുക, പിന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക, പിന്നെ ഇതിലേക്ക് 1 ഏലക്ക ചേർക്കുക, പിന്നെ ഒരു 4-5 ചെറിയ കഷ്ണം പട്ട അത് ചേർക്കുക, പിന്നെ ഒരു 4 കറിയാമ്പും കൂടി ചേർക്കുക. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഒരു സവാള നമ്മൾ വലുത് എടുത്ത് വെച്ചിരുന്നില്ല, അത് വലുതാക്കി ചോപ്പ് ചെയ്ത്, അതായത് സ്ക്വയറാക്കി കട്ട് ചെയ്ത് അത് ചേർക്കുക. പിന്നെ ഇഞ്ചി വലിയ കഷ്ണം ഉണ്ടായത് അത് ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ട് ചേർക്കുക. പിന്നെ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ട് നെടുവേ പിളർന്ന് ചേർക്കുക. പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇതിലേക്ക് ചേർക്കുക. പച്ചവേപ്പില കുറച്ച് കൂടുതൽ ചേർത്താൽ വളരെ നല്ലതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. ബീഫിന് ആവശ്യമുള്ള ഉപ്പാണ് കേട്ടോ ഇത്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നന്നായിട്ട് ഇത് സവാള എല്ലാം നന്നായിട്ട് കുറച്ച് നേരം കൈ കൊണ്ട് ഞെരടി ഇതുപോലെ ആക്കി മിക്സ് ചെയ്ത് വയ്ക്കുക, മാരിനേറ്റ് ചെയ്ത്. എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. നമുക്കിനി ആ തേങ്ങ വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. തേങ്ങ ഒന്ന് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ചേർത്തത്. ഇവിടെ തേങ്ങ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഒന്ന് വഴന്ന് കഴിയുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് പച്ചവേപ്പില ചേർക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു 8-10 ചെറുള്ളി എടുത്തില്ല, അത് വട്ടത്തിൽ അരിഞ്ഞിട്ട് അത് ഇതിലേക്ക് ചേർക്കുക. പിന്നെ ആ വെളുത്തുള്ളി, ഒരു 4 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, 4 അല്ലി, അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നേരെ തീയിൽ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റി കൊടുക്കുക. അപ്പോൾ കുറച്ച് സമയം എടുക്കും, ഏകദേശം ഒരു 15-20 മിനിറ്റൊക്കെ എടുക്കും ഇത് ഗോൾഡൻ കളർ ആവാനായിട്ട്. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. ജീരകം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് 3 ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ കുക്ക് ചെയ്യുക. ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് കുക്കാവും, അല്ലെങ്കിൽ എരിവ് കൂടുതലായിട്ട് തോന്നും. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന വലിയ ഹോൾ സ്പൈസസ് ഇല്ല, അതൊക്കെ ചേർത്ത് കൊടുക്കുക. പട്ട 4-5 കഷ്ണം പട്ട, പിന്നെ ഒരു 6-7 കറിയാമ്പ്, പിന്നെ ഒരു ഏലക്ക, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ തേങ്ങയുടെ ചൂടിൽ തന്നെ അത് ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ടാണ്, വേഗം പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനാണ് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കേണ്ടത്. എന്നിട്ട് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കുക.
അപ്പം ഞാനിത് മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്തിരിക്കണതാണ്. പൊടിച്ചെടുക്കണം, അരക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ പൊടിയാക്കിയാണ് ഈ വറുത്ത തേങ്ങ പൊടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കൊരു മിക്സി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. കുക്കറിലാണ് ഞാനിത് വേവിച്ചെടുക്കാൻ പോകുന്നത്. ബീഫ് മസാല പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ആ സമയത്താണ് നമ്മൾ തേങ്ങ വറുത്ത് എടുത്തത്. അപ്പോൾ ആ വറുത്തെടുത്ത തേങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടിച്ചെടുത്തതാണ് മിക്സിയിൽ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ബീഫുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സാധാരണ എല്ലാവരും ചെയ്യുന്നത് ഇത് വെള്ളം ചേർത്ത് അരച്ചാണ് എടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പൊടിയായിട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇനി ഈ ബീഫുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല ഡ്രൈ ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ചേർക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം, ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 75 മില്ലി വെള്ളം ഉണ്ടാകും. ഒരു ചെറിയ കപ്പിൽ വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, ഒരു നനവ് കിട്ടാൻ വേണ്ടി മാത്രം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കണ്ടോ, ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു നനവുണ്ടെന്ന് മാത്രം ബീഫിന്. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി കുക്കർ അടച്ച് ലോക്ക് ചെയ്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ബീഫ് വേകുന്നത് വരെ കുക്ക് ചെയ്യുക. വളരെ ലോ ഫ്ലെയിമിലാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 20-25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആവശ്യത്തിന് ഗ്രേവി ഉണ്ട്. നമ്മൾ ആകെ ഒരു കപ്പ് വെള്ളമാണ് ചേർത്തത്, ഒരു കപ്പ് വെള്ളം, വളരെ കുറച്ച്. ഇത് ഇറച്ചിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിലാണ് ഇത് വേകുന്നത്. നമുക്കിതൊരു പാനിലേക്ക് മാറ്റാം. കണ്ടോ, ഇതിന് ആവശ്യത്തിന് നല്ല ഗ്രേവി ഉണ്ട്. ഇത് തിക്കാണ്, തിക്ക് ഗ്രേവിയാണ്. നമ്മൾ ഇനി വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കൂടുതൽ ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചാൽ ഇറച്ചിയിൽ നിന്ന് ഊറി വരുന്ന വെള്ളം അപ്പോൾ തന്നെ അത് ഡ്രൈ ആയി പോവുകയും കുക്കറിൻ്റെ ബോട്ടമൊക്കെ കരിഞ്ഞു പോവുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കിതുപോലെ കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർക്കുക. പിന്നെ നിങ്ങൾക്ക് പച്ചക്കായ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് വെക്കണമെങ്കിൽ അത് വേവിച്ചിട്ട് ഈ സമയത്ത് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് തിള വരുമ്പോഴേക്കും നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള തേങ്ങ വറുത്തരച്ച ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, നല്ല ക്രീമി ആയിട്ടുള്ള ഗ്രേവിയാണ്. ഇത് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ചോറിനും വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ എന്നെ അറിയിക്കുക. അപ്പോൾ അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.